കഴിഞ്ഞ 10 കൊല്ലമായി കേരള രാഷ്ട്രീയത്തിന്റെ അച്ചുതണ്ട് കണ്ണൂരാണെന്ന് പറയുന്നവരേറെ. ഇടതുമുന്നണിയിൽ ആരും അതിനെ എതിർക്കില്ലെന്ന് ഉറപ്പാണ്. കാരണം കാലാകാലങ്ങളായി CPMന്റെ ഉരുക്കു കോട്ടയാണ് കണ്ണൂർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങി കണ്ണൂർ സഹാക്കളേറെ. എന്നാൽ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 3 മുന്നണികളിലും കൂടി 9 കണ്ണൂരുകാരാണ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിട്ടുള്ളത്. MV ജയരാജൻ. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉള്ളിലും പുറത്തും തനി കണ്ണൂരുകാരനാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിക്കാൻ P ജയരാജൻ സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഉപേക്ഷിച്ച് MV ജയരാജൻ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുക്കുന്നത്. വടകരയിൽ പരാജയപ്പെട്ട P ജയരാജന് പിന്നീട് സെക്രട്ടറി സ്ഥാനം തിരികെ കൊടുത്തില്ല. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ MV ജയരാജൻ വീണ്ടും സെക്രട്ടറിയായി. ഇക്കുറി സെക്രട്ടറിയുടെ ചുമതല താൽക്കാലികമായി കൈമാറി MV ജയരാജൻ സ്ഥാനാർത്ഥി കുപ്പായം അണിഞ്ഞു. ഇക്കുറി കണ്ണൂരിൽ വിജയക്കൊടി പാറിക്കുമെന്ന് ഉറപ്പിച്ചാണ് MVJയുടെ നീക്കം. KK ശൈലജ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ നേതൃത്വ മികവ് കൊണ്ട് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ കണ്ണൂർ ഇരിട്ടിക്കടുത്ത് മാടത്തി സ്വദേശിയാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനാണ് 2021 മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് ശൈലജ ടീച്ചർ വിജയിച്ചത്. ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്തി പാർലമെന്റിൽ തന്റെ സാന്നിധ്യം അറിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശൈലജ ടീച്ചർ. ആനി രാജ. CPI നേതാവായ ആനി രാജ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമെന്ന വാർത്തകൾ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല കമന്റുകളും വന്നു. അതിലൊന്ന്, ആനി രാജ ഒരു മലയാളിയാണോ എന്നായിരുന്നു. ഒന്നാന്തരം കണ്ണൂരുകാരിയാണ് സഹാവ്. ഇരട്ടി ആറളം സ്വദേശി. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ ഇംഗ്ലീഷും ഹിന്ദിയും തമിഴുമൊക്കെ ഒഴുക്കോടെ സംസാരിക്കും. ജീവിത പങ്കാളിയും CPI ദേശീയ ജനറൽ സെക്രട്ടറിയുമായ D രാജ തമിഴ്നാട്ടുകാരനായതിനാൽ ആനിയും തമിഴ്നാട്ടുകാരിയാണെന്ന് പരക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മുൻവിധികളെയൊക്കെ തിരുത്തി എഴുതി ഞാനും നിങ്ങളിൽ ഒരാളാണെന്ന് പറഞ്ഞ് വയനാട്ടിലെ ജനങ്ങൾക്കിടയിൽ സജീവമാകുകയാണ് സഹാവ് ആനി രാജ. V മുരളീധരൻ. കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാവാണ് V മുരളീധരൻ. BJPയുടെ സംസ്ഥാനത്തെ 8ാമത്തെ പ്രസിഡന്റും MP-യും കേന്ദ്രമന്ത്രിയുമൊക്കെയായ V മുരളീധരൻ ഒന്നാന്തരം ഒരു തലശ്ശേരിക്കാരനാണ്. കിട്ടിയ സർക്കാർ ഉദ്യോഗം രാജിവെച്ചാണ് മുരളീധരൻ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായത്. നിലവിൽ കോഴിക്കോടാണ് താമസമെങ്കിലും താൻ ഒരു തലശ്ശേരിക്കാരനാണെന്ന് അഭിമാനിക്കുന്ന വ്യക്തിത്വം. ഇക്കുറി ആറ്റിങ്ങൽ പിടിച്ചെടുത്ത് BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് V മുരളീധരൻ. പന്ന്യൻ രവീന്ദ്രൻ. തിരുവനന്തപുരത്തുകാർ രവിയേട്ടൻ എന്ന് വിളിക്കുന്ന തലസ്ഥാനത്തിന്റെ മുക്കും മൂലയുമൊക്കെ നന്നായി അറിയാവുന്ന നേതാവാണ് പന്ന്യൻ രവീന്ദ്രൻ. പക്ഷേ സഖാവ് കണ്ണൂരുകാരനാണ്. കണ്ണൂർ കക്കാട്ട് സ്വദേശി. പക്ഷെ കാലങ്ങളായി തിരുവനന്തപുരം വാസികൾക്കൊപ്പമാണ് ജീവിതം. സാധാരണക്കാർക്കിടയിലുള്ള സ്വീകാര്യത കണക്കിലെടുത്താൽ തിരുവനന്തപുരത്തെ മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാൾ. തലസ്ഥാനത്തെ സാംസ്കാരിക കായിക പരിപാടികളിലെ സജീവ സാന്നിധ്യം. മുന്നണി വോട്ടുകൾക്കൊപ്പം വ്യക്തിപ്രഭാവവും കൂടി കണക്കിലെടുത്താൽ വിജയം ഉറപ്പാണെന്ന പ്രതീക്ഷയിലാണ് പന്ന്യന്റെ യാത്ര. K സുധാകരൻ. KPCC പ്രസിഡന്റ് K സുധാകരൻ എന്ന കുമ്പക്കുടി സുധാകരൻ കണ്ണൂർ ജില്ലയിലെ നടാൽ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. കണ്ണൂർ വിട്ടൊരു കളിയില്ല സുധാകരന്. CPMന്റെ ഉരുക്കുകോട്ടയിലെ ശക്തമായ പ്രതിരോധം. നിലവിലെ MP സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ചാണ് സുധാകരൻ വീണ്ടും സ്ഥാനാർത്ഥി കുപ്പായം അണിഞ്ഞിരിക്കുന്നത്. അതിനുള്ള പോരാട്ട തന്ത്രങ്ങളുമായി ജനങ്ങൾക്കിടയിൽ സജീവവുമാണ്. അതിനിടെ സ്വതസിദ്ധമായ സംസാര ശൈലിയിൽ എതിരാളികൾക്കെതിരെ മൂർച്ചയുള്ള വാക്കുകൾ പ്രയോഗിക്കാനും ഒട്ടും മടിയില്ല. KC വേണുഗോപാൽ. ആലപ്പുഴക്കാരുടെ സ്വന്തം KC എന്നാണ് KC വേണുഗോപാലിനെ പറ്റി പൊതുവെ പറയാറ്. കാരണം 1996 അതായത് 30 വർഷത്തിന് ശേഷം കോൺഗ്രസിന് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നൊരു നിയമസഭാംഗം ഉണ്ടായത് KCയാണ്. അതാണ് KC ഇഫക്റ്റ്. 2001 2006 വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് ഹാട്രിക് തികച്ചു. 2009 MLA സ്ഥാനം രാജിവെച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അവിടെയും വിജയിച്ചു. 2014 വിജയം ആവർത്തിച്ചു. AICC ജനറൽ സെക്രട്ടറിയായി കോൺഗ്രസ് ഹൈക്കമാൻഡിലെ പ്രധാനിയായി ഇരിക്കുമ്പോഴും ആലപ്പുഴയിൽ തന്നെയാണ് KCയുടെ ഓഫീസും വീടും. പക്ഷേ KC കണ്ണൂർ സ്വദേശിയാണ്. തന്റെ രാഷ്ട്രീയ തട്ടകമായ ആലപ്പുഴ ഇരു കൈയും നീട്ടി വിജയിപ്പിക്കുമെന്ന ഉറപ്പിൽ KC പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. MK രാഘവൻ.
കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയും കോഴിക്കോട് എംപിയുമായ MK രാഘവൻ ഇക്കുറിയും കോഴിക്കോട് മത്സരിക്കുന്നുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിന്റെ വികസനത്തിനായി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികൾ കോൺഗ്രസുകാരും അല്ലാത്തവരുമൊക്കെ അക്കമിട്ട് നിരത്തി പറയുന്നുണ്ട്. കോഴിക്കോടിനെ തന്റെ കർമ്മമണ്ഡലമായി ചേർത്ത് നിർത്തുന്ന രാഘവൻ മാഷ് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ്. കോഴിക്കോട് എയിംസ് കൊണ്ടുവരാൻ കൊണ്ടുപിടിച്ച ശ്രമം തുടരുകയാണെന്നും അതിനായി വിജയം അനിവാര്യമാണെന്നുമാണ് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. സി രഘുനാഥ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായിക്കെതിരെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് സി രഘുനാഥ് ഇപ്പോൾ BJPയിലാണ്. അങ്ങേയറ്റം നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് 5 പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ച് K സുധാകരന്റെ അടുത്ത അനുയായിയും DCC സെക്രട്ടറിയുമായിരുന്ന സി രഘുനാഥ് കാവി പാർട്ടിയിൽ അംഗത്വമെടുത്തത്. കണ്ണൂർ സ്വദേശിയായ രഘുനാഥ് കണ്ണൂരിലെ NDA സ്ഥാനാർത്ഥിയായി K സുധാകരനെതിരെയാണ് മത്സരിക്കുന്നത്.